നമ്മളേ മോട്ടോർ പോയിട്ട് ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് നമ്മളൊന്നൊരു പാർസൽ വണ്ടിയിൽ പോവാ. എന്താടാ പറഞ്ഞേ? ഇത് അങ്ങാടിയിൽ നിന്ന് അനാദി സാധനങ്ങളൊക്കെ ആയിട്ടാണ്. അനാദി എന്ന് പറഞ്ഞാൽ അങ്ങാടിയിലെ ചില്ലറ സാധനങ്ങളില്ലേ, അതൊക്കെ കേട്ടാണ്. ഇതിപ്പോൾ വണ്ടി തൂക്കാൻ വേണ്ടി വന്നു നമ്മൾ കൈപിടിച്ചിലേക്ക്. വണ്ടി നമ്മളവിടെ തൂക്കാൻ വെച്ച് വണ്ടീൻ്റെ വെയിറ്റ് 1680. അവിടെ വെക്കുമ്പോഴത്തേക്ക് തന്നെ ഇവിടെ തൂക്കത്തിൻ്റെ അത് ആയി. നമ്മൾ സാധനം കയറ്റാനുള്ള കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ വണ്ടി തൂക്കലൊക്കെ കഴിഞ്ഞിട്ട് കോളേജിലേക്ക് പോവാം. നമ്മളിതാ ഈ സാധനം കയറ്റാനുള്ളത് കോളേജിൻ്റെ സൂപ്പർ സ്പെഷ്യാലിറ്റീൻ്റെ ഇവിടെ ഉള്ളതാണ്. എന്താ സാധനങ്ങൾ കുപ്പി പാട്ട എന്തൊക്കെ വേണം, എന്തായാലും ആക്രിയാന്ന് തോന്നുന്നു. ഇതൊക്കെ ഇതിൽ കയറ്റാനുള്ളതാണ്. ഈ സാധനങ്ങളൊക്കെ ബോട്ടിലാണ് നമ്മളെ വെള്ളക്കുപ്പീൻ്റെ. നമ്മളെ വണ്ടി ഇതാ ഇവിടുന്ന് ലോഡാവുന്നുണ്ട്. പണിക്കാരിങ്ങനെ ലോഡ് ചെയ്യുന്നുണ്ട്. ഒരു സ്ഥലത്ത് നമ്മൾ ലോഡ് കയറ്റി ഏകദേശം കുറച്ച് വേറെ സ്ഥലത്തേക്ക് വന്നതാണ്. നമ്മളെ പഴയ കാഷ്വാലിറ്റീൻ്റെ അവിടെ, ബാക്കി അവിടെ നിന്നാണ് കയറ്റാൻ. ഹസൻ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി പോവാ. ഗ്ലൗസ് ഒക്കെ ഇടുന്നുണ്ട്. ഹസനെ സഹായിച്ചു കൊടുത്താൽ വേഗം കഴിയും. അപ്പം നിങ്ങൾ കഴിയുമ്പോൾ വേഗം പോവുകയും ചെയ്യാലോ. ഇത് ലാസ്റ്റിലൊരു വലിയ ചാക്ക് ഫ്രണ്ടിൽ വെച്ചാൽ നമ്മളെ ലോഡ് സെറ്റായി. അത് കഴിഞ്ഞ് കാറെടുത്ത് കെട്ടിക്കഴിയുമ്പോൾ അവിടുന്ന് പോവാം. നമ്മൾ വണ്ടി ലോഡ് ചെയ്യുന്നതിന് തൊട്ടടുത്ത് തന്നെ കണ്ടോ ഇത്രയും ആൾക്കാർ നടന്നു കയറുന്നു. ഇത് നമ്മൾ DYFIൻ്റെ പൊതിച്ചോറ് വാങ്ങി വരുന്ന ആൾക്കാരാണ്. ഇത് കണ്ടോ നിങ്ങൾ? ഇതൊരു വെറൈറ്റി കെട്ടലാണ്. അത് കണ്ടോളൂ. ഇതാ ഒരുവിധം എല്ലാ ലോറിക്കാരും കിട്ടുന്നൊരു കെട്ടാണത്. കുറേ ആൾക്കാർക്ക് ഇത് അറിയാം. എന്നാലും നമ്മൾ വണ്ടിയിൽ പോകുമ്പോൾ നമ്മളതൊന്ന് കെട്ടുന്നത് കാണാമല്ലോ. രണ്ടാൾ വലിച്ചാൽ ഇതാ നല്ല ഫുൾ ടൈറ്റായി അവിടെ നിന്നുള്ളൂ. നമ്മൾ ലോഡ് ഇറക്കാനുള്ള സ്ഥലത്തെത്തി. നമ്മളവിടെ വണ്ടി ഇവിടെ നിർത്തിയത് കെട്ടയക്കുന്നുണ്ട്. ചങ്ങായി പ്ലാസ്റ്റിക് കൊണ്ട് ബണ്ടലുണ്ടാക്കും. അത് കണ്ടില്ലേ? ആ കാണുന്ന മെഷീൻ്റെ അത് ഈ കുപ്പിയെല്ലാം കൂടി പെറുക്കിയിട്ടിട്ട് അത് ബണ്ടലാക്കുന്നു. പ്രസ് ചെയ്ത ഹൈഡ്രോളിക് മെഷീനാണ്. സാധനം ഇറക്കാൻ ഹെൽപ്പ് ചെയ്യാൻ ഹിന്ദിക്കാരുണ്ട്. നമ്മൾ കയറ്റിയ ഈ സാധനത്തിൻ്റെ തൂക്കം 450 കിലോ ആണുള്ളത്. ഹിന്ദിക്കാരൻ ഭാര്യ നിറയ്ക്കുന്നുണ്ട്. ഹിന്ദിക്കാരൻ പറയുന്നത് 200 കിലോ ആണെന്നാണ് പറയുന്നത്. അതേപോലെ ഒരു ബണ്ടിലാവാൻ എത്ര സമയം എടുക്കും എന്നുള്ളത് പറയാം. ഓ കിतना टाइम लगता है बंडल आने के लिए कितना टाइम लगता है? ऐसे बंडल बनाने के लिए आधा घंटा लगता है. അരമണിക്കൂർ കൊണ്ട് ഇതേപോലെ ഒരു ബണ്ടൽ ഉണ്ടാക്കും എന്നാണ് പറയുന്നത്. ഇതിൽ ഈ കയറിൻ്റെ കാര്യം വളരെ ശ്രദ്ധിക്കണം. ഇത് നമ്മൾ തിരക്കിൽ പിടിച്ചടിച്ചിതാക്കിയിട്ടുണ്ടെങ്കിൽ ഒന്നായിട്ട് ആ കുടുങ്ങി കിടക്കും. പിന്നെ നമുക്കൊരു ആവശ്യത്തിന് പെട്ടെന്ന് വേണമെന്ന് വെച്ചാൽ കിട്ടൂല. ഇതാണ് ഈ പണീൻ്റെ ഇത്. നമ്മൾ വെച്ചാൽ പിന്നെ എല്ലാ പണിക്കും പോകും കേട്ടോ. ഇതെന്നല്ല, ഓട്ടോറിക്ഷയിൽ കണറിൻ്റെ പണിക്ക് ഞങ്ങൾ വെറുതെ കുത്തിരിക്കുന്ന പരിപാടിയില്ല. ഒന്നില്ലെങ്കിൽ ഒന്ന്. ഇപ്പോൾ മഴ ആയതുകൊണ്ട് കണറിൻ്റെ പണിയൊന്നും ഇല്ല. അപ്പോൾ പിന്നെ കുറച്ച് ഓട്ടോറിക്ഷയിൽ പോയി
അപ്പോൾ 2 ദിവസം വണ്ടി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഇതിൽ വന്നാണ്. നമുക്ക് ലോഡ് കയറ്റാൻ കുറച്ച് സമയമായെങ്കിലും ഇറക്കാൻ അധികം സമയമില്ല. ഇറക്കുന്ന പരിപാടി വേഗം കഴിഞ്ഞിക്ക്. ആ കയറ് നമ്മൾ കറക്റ്റായിട്ട് എടുത്ത് വെച്ചില്ലെങ്കിൽ പിന്നീട് നമ്മൾ അടുത്ത ലോഡിന് വേണ്ടി കെട്ടാൻ നോക്കുമ്പോൾ സംഗതി നടക്കില്ല. അത് വൃത്തിയിൽ കെട്ടി വെച്ചാൽ അടുത്ത ലോഡിന് നമുക്ക് നല്ലപോലെ കെട്ടാൻ കഴിയുള്ളൂ. മലയാളിക്ക് കണക്ക് കൊടുക്കാനുള്ളതിനുള്ള കണക്ക് കറക്റ്റ് എഴുതിച്ചില്ലെങ്കിൽ പണി പാളിപ്പോവും, അല്ലെങ്കിൽ മറന്നു പോയാലും സ്വിപ്പാണ്. അതിനുകൊണ്ട് ഇറക്കുന്ന ലോഡിനും കയറ്റുന്ന ലോഡിനൊക്കെ നമ്മളെ വണ്ടി കാലിയായി. ലാസ്റ്റ് ചാക്കാണ് ആ പോകുന്നത്. നമ്മളെ വണ്ടി ലോഡ് കാലിയായി. ഇനി നമുക്ക് പോകാനുള്ള അടുത്ത കുറ്റിയടിക്കാം. മാർക്കറ്റിൽ പോയിട്ട് അടുത്ത ലോഡ് കയറ്റണം. ഇന്ന് കയറ്റിയാലും നാളെ ഇറക്കാൻ പറ്റുമോ, ഇന്ന് രാത്രി ഇറക്കാൻ പറ്റുമോ എന്നുള്ളതൊന്നും അറിയില്ല. ഇത് സംഭവം അങ്ങനെ ലോഡ് ഇറങ്ങി വെക്കുമ്പോഴേ കാറിൻ്റെ മുകളിൽ ഒരാണി, പക്ഷെ നമ്മളെ കണ്ടപ്പോൾ തന്നെ പറക്കരുത്. കാരണം പഞ്ചർ ഉണ്ടോ പറ്റി നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് വെള്ളം എടുത്തിട്ട് ഇങ്ങനെ ഒഴിച്ചെടുക്കുക. അപ്പോൾ അതിങ്ങനെ മുകളിൽ കൂടെ ഇങ്ങനെ കുമ്പള പോകുന്ന കാണാം. ഉണ്ടെങ്കിൽ പഞ്ചറാണ്, അല്ലെങ്കിൽ പിന്നെ പഞ്ചറില്ല. ഇതിപ്പോൾ സാധനം പോകുന്നുണ്ട്, പഞ്ചറാണിത്. ഇവിടെ എപ്പോഴും ഇങ്ങനെ വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ 4 ടയർ ഇങ്ങനെ ചെക്ക് ചെയ്യണം, അല്ലെങ്കിൽ നമ്മളെ വൈമ കൊടുക്കും. ഇപ്പം ഞാനിത് അവിടെ നിന്ന് കണ്ടിട്ട് ഊരാണ്ട് പഞ്ചറടിക്കുന്ന കടൻ്റെ മുമ്പിൽ വന്നിട്ട് വെച്ച് നോക്കിയതാണ്. നോക്കുമ്പോൾ നമ്മളെ പോകുന്നു. അപ്പോൾ ഒരു പണി കിട്ടി. പഞ്ചറായ ഞങ്ങളെ വണ്ടി പഞ്ചർ അടച്ചിട്ട് വേണം അടുത്ത കുറ്റിയടിക്കുള്ള ലോഡ് കയറ്റാൻ. ഇപ്പോൾ നമ്മൾ കോഴിക്കോട് വെല്ലിയങ്ങാടിയിലെത്തി. അടുത്ത ലോഡ് കയറ്റാൻ പോവുക. ആളെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ലോഡ് കയറ്റിയിട്ട് നമ്മൾ പോകും.